ലോകം ഇനി 2 ദിവസം ലോകത്തിന്റെ കണ്ണ് മുഴുവൻ പോകുന്നത് ചൈനയിലേക്കായിരിക്കും. കാരണം ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഇന്ന് നടക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം, അധിക തീരുവ, തായ്വാൻ അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ട്രംപിന്റെ മകൻ എറിക്കും, ടെസ്ല തലവൻ ഇലോൺ മസ്കും തുടങ്ങിയ ഒരു വമ്പൻ നിര, അല്ലെങ്കിൽ യുഎസിന്റെ ടെക് കമ്പനികളുടെ തലപ്പത്തുള്ള നിരവധി പേർ, 10-17ഓളം പേരുണ്ടെന്ന്, 10-17ഓളം കമ്പനികളുടെ സിഇഒമാരും ഒക്കെയാണ് ചൈനയിലെത്തിയ സംഘത്തിലുള്ളത്. അനുപമ ശ്രീദേവി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പറഞ്ഞുതരും. അനുപമ, ഗുഡ് മോർണിംഗ്. ഈ നിരവധി വിഷയങ്ങളുണ്ട്, എങ്കിലും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലേക്ക് വന്ന് സംസാരിക്കുകയാണ്. ഈ രണ്ടാം ട്രംപ് സർക്കാർ വന്നതിന് ശേഷം ചൈനയും അമേരിക്കയും തമ്മിലുള്ള തീരുവ യുദ്ധം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരുന്നു. ആ സാഹചര്യത്തിന് ചെറിയൊരു മഞ്ഞുരുക്കമൊക്കെ സംഭവിച്ചുവെങ്കിലും നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായേക്കും എന്ന് കരുതപ്പെടുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയാണിത്. അതിനൊപ്പം തന്നെ തായ്വാന് ചൈന ഈ ആയുധങ്ങൾ കൊടുക്കുന്നതിലെ ട്രംപിൻ്റെ എതിർപ്പുണ്ട്, അമേരിക്കയുടെ എതിർപ്പുണ്ട്. ഇറാൻ വിഷയം, ഇതിൽ ഏറ്റവും പ്രധാനം ഇറാൻ വിഷയമാണ്. ഇറാൻ, അതേപോലെ ചൈന കൂട്ടുകെട്ട്, അതിൽ എതിരായ ട്രംപിൻ്റെ നിലപാട്, അങ്ങനെ മൊത്തത്തിലുള്ള വിഷയങ്ങളിലൊക്കെ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അതിനൊപ്പം തന്നെ ഒരു പറ്റം വൻകിട കമ്പനികളുടെ സിഇഒമാരുമായിട്ടാണ് ഈ അമേരിക്കൻ സംഘം ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൈന അമേരിക്ക വ്യാപാര ബന്ധം അത് കൂടുതൽ ശക്തമാകുമോ ഈ കൂടിക്കാഴ്ചയ്ക്കപ്പുറം? തീർച്ചയായും സേതു, ഈ പറയുന്നത് പോലെ 2017 ഇതിനു മുൻപ് ചൈന സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതിനുശേഷം ഏകദേശം ഒരു ദശാബ്ദ കാലത്തോളമായിട്ട് അതിനിടയിൽ ആദ്യമായി ചൈന സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആവുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ സേതു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രധാന അജണ്ടകൾ എന്ന് പറയുന്നത് ഒരു വ്യാപാര കരാറിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്താണ് ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള തീരുവ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നൊരു താൽക്കാലിക കരാറിലേക്ക് എത്തിയിരുന്നു. അതൊരു സ്ഥിരമായിട്ടുള്ള കരാറിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുവ ബോർഡ് അല്ലെങ്കിൽ വ്യാപാര കരാറിനുള്ള ഒരു ബോർഡ് രൂപീകരിക്കുകയാണ് ഈ ഒരു സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയണം. അതുപോലെ തന്നെ ഈ മറ്റ് ഇലോൺ മസ്ക് അടക്കം, അല്ലെങ്കിൽ എൻവിഡിയയുടെയും ബോയിങ്ങിൻ്റെയും അടക്കമുള്ള സിഇഒമാർ, ടെക് കമ്പനികളുടെയും ഫിനാൻസ് അല്ലെങ്കിൽ പ്രതിരോധ കമ്പനികളുടെയും എല്ലാം സിഇഒമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വ്യവസായ പ്രമുഖരുടെ നിര തന്നെ ഈ ഒരു സന്ദർശനത്തിൽ ട്രംപിനൊപ്പം ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ ഒരു 2 G2 രാജ്യങ്ങൾ, അതായത് ഗ്ലോബൽ 2 രാജ്യങ്ങൾ എന്നാണ് കഴിഞ്ഞ ഒപെക് വേദിയിൽ അവസാനമായി ഇരു നേതാക്കളും നടത്തിയ സന്ദർശനത്തിൽ ട്രംപ് തന്നെ ഇരു രാജ്യങ്ങളുടെയും മുന്നോട്ട് കാണുന്ന ഒരു സഹകരണത്തെ വിശേഷിപ്പിച്ചത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാവേണ്ടത് ട്രംപിനെ സംബന്ധിച്ച് വലിയ അനിവാര്യമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. വലിയ രീതിയിൽ നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജനസമ്മതി കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു നിലയിൽ അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് പോലെ തന്നെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിക്കാനായിട്ട് ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാര കരാർ നിർണായകമാണ്. അതുപോലെ തന്നെ ഇറാൻ യുദ്ധം, ഇറാനിൻ്റെ ഈ പശ്ചിമേഷ്യക്കപ്പുറം ഇറാൻ്റെ ഏറ്റവും ഒരു വലിയ സഖ്യകക്ഷി അല്ലെങ്കിൽ പിന്തുണക്കാരെന്ന് പറയുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇറാൻ്റെ 90% എണ്ണ വാങ്ങുന്ന, ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ചൈന അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു സന്ദർശനത്തിൽ തീർച്ചയായിട്ടും ഈ ഇറാനുമേൽ ഈ ചർച്ചകളിലേക്ക് വരാനുള്ളൊരു സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള ആവശ്യം ചൈനയ്ക്ക് മുന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വയ്ക്കാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഇതുവരെ അത് പരസ്യമായി സമ്മതിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ചൈന ഈ ഒരു വിഷയത്തിൽ മധ്യസ്ഥരായി വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞതെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഈ ചൈനയ്ക്ക് മേൽ ഇപ്പോഴുള്ള ഒരു സംഘർഷ സാഹചര്യം അവസാനിപ്പിച്ച് അവരെ ചർച്ചകളുടെ വേദിയിലേക്ക് ഇറാനെ എത്തിക്കാനായിട്ട് ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ എന്തായാലും ട്രംപ് ശ്രമിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഈ പറയുന്നത് പോലെ സേതു ചൂണ്ടിക്കാണിച്ച പോലെ 11 ബില്യണിൻ്റെ ആയുധ കരാറാണ് തായ്വാനുമായിട്ട് നടത്തിയിരിക്കുന്നത് അമേരിക്ക. ആ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതടക്കം തായ്വാനുള്ള അമേരിക്കയുടെ സഹായം പിൻവലിക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് പകരമായിട്ട് ചൈന മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വ്യാപാര കരാർ, നേരത്തെ ഈ ധാതു കരാർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ധാതുക്കളുടെ ഇറക്കുമതി, അതുപോലെ തന്നെ $30 ബില്യൺ തീരുവ ഇളവുകൾ പരസ്പരം അനുവദിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി റോയിട്ടേഴ്സ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ തീരുവ ഇളവുകൾ
തീരുവകൾ നേരത്തെ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ചെയ്തത്. 100-നും 150-നും മുകളിലെല്ലാം തീരുവ പരസ്പര തീരുവകൾ ചുമത്തിയ ഇരു രാജ്യങ്ങളും അവസാനം ഒരു താൽക്കാലികമായി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പം പറഞ്ഞ പോലെ തന്നെ തായ്വാനുമായിട്ടുള്ള ചൈനയുടെ തായ്വാനുമായിട്ടുള്ള അമേരിക്കയുടെ കരാർ, അതിനെതിരായ ചൈനയുടെ നീക്കം, അതിനൊപ്പം തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രതിസന്ധിയുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്നതടക്കം വർദ്ധിച്ചു വരുന്ന ഒരു ആഗോള പ്രതിസന്ധിയുണ്ട്. അതിന് ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്തണമെന്ന ട്രംപിന്റെ ആവശ്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പകരത്തിന് പകരം ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? നമുക്കത് കടന്നു പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയണത്. കാരണം ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഇതുവരെ ഈ ഒരു സന്ദർശനത്തെ സംബന്ധിച്ച അജണ്ട ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വ്യാപാര കരാറിനെ കുറിച്ച് പോലും പ്രത്യക്ഷത്തിൽ ഇരു രാജ്യങ്ങളുടെയും യാതൊരു പ്രതിനിധികളും, വളരെ ഉന്നത തലത്തിലുള്ള സംഘമാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്ലെങ്കിൽ സ്കോട്ട് ബെസന്റ്, സാമ്പത്തികകാര്യ സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അടക്കമുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ ട്രംപിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധ മേഖലയിലായാലും സാമ്പത്തിക വ്യാപാര മേഖലയിലായാലും സമഗ്രമായിട്ടുള്ള കരാറുകൾക്ക്, ധാരണകൾക്ക് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇവരുടെ എല്ലാം ഈ ഒരു ഉന്നതതല കൂടിക്കാഴ്ചയിലെ സാന്നിധ്യമായി എടുത്തു പറയേണ്ടത്. ഇന്ന് ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിളിലാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷം ഒരു ക്ഷേത്ര സന്ദർശനമുണ്ട്. ചൈനയിലെ ഒരു പുരാതന ക്ഷേത്ര സന്ദർശനമാണ് ഇന്നത്തെ അജണ്ടയിലുള്ളത്. ഈ നേതാക്കളുടെ ഇരുവരുടെയും ഈ അടഞ്ഞ മുറിക്കുള്ളിലെ സംഭാഷണങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ ഉന്നത പ്രതിരോധ സാമ്പത്തിക ഉദ്യോഗസ്ഥരെല്ലാം ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ ധാരണകൾ പ്രതിരോധ മേഖലയിൽ ഈ തായ്വാൻ വിഷയത്തിലായാലും അതുപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട ചൈനയ്ക്ക് മുന്നിൽ വയ്ക്കുന്ന ആവശ്യങ്ങളായാലും അതെല്ലാം അടഞ്ഞ മുറിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളായിരിക്കും. ഈ ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ചർച്ച നടക്കുന്ന ദിവസമാണ് ഇന്ന്. എല്ലാ കണ്ണുകളും ഇന്നും നാളെയും അത് ചൈനയിലേക്ക് തന്നെ ആയിരിക്കും. 2017 ശേഷം ട്രംപ് ചൈനയിലേക്ക് എത്തുന്നു. ചൈനയും അമേരിക്കയുമായി ഉണ്ടായ വമ്പൻ തീരുവ യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ ചർച്ച. ഇറാനുമായി ഏറെ അടുപ്പമുള്ള ചൈനയോട് ട്രംപ് ചോദിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്താകും ചൈന എടുക്കുന്ന നിലപാട്? അതേപോലെ തന്നെ തായ്വാൻ വിഷയത്തിൽ ചൈനയുടെ നിലപാടിനോട് എന്താകും ട്രംപ് പറയാൻ പോകുന്നത്? ഇതെല്ലാം ആകാംക്ഷപൂർവ്വം ലോകരാജ്യങ്ങൾ ഒന്നാകെ, ഒരു രാജ്യമല്ല ലോകരാജ്യങ്ങൾ ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയാണ്.